ഹലോ ഗുഡ് മോർണിംഗ് അന്നൂസിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ പോയി വന്നതാണ് കേട്ടോ. പള്ളിയിൽ പോയി വന്നപ്പോഴേക്കും ഒരാൾക്ക് വിശന്നു. ആളിതേ മാമ്പഴം തിന്നുന്ന രീതിയാണിത്. രണ്ടായിട്ട് മുറിച്ച് ഒടിച്ചോ. ഇനി എങ്ങനെ തിന്നണ്ടേ? അത്രയ്ക്ക് കഷ്ടപ്പാടൊക്കെ. അതെ. പിന്നെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കോഴിക്കോടേക്ക്. അമ്മേൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേണം കോഴിക്കോട് പോകാൻ. ഓക്കെ, ഇതുണ്ടോ ചക്കര തിന്നു കഴിഞ്ഞ്. അതൊന്നും കൂടെ പഠിക്കാണ്ട് കാണിച്ചേ. ഓക്കെ, ഇനി അടിച്ചു വാരണം, തുടയ്ക്കണം, കുറേ പണിയുണ്ട് എനിക്ക് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ ചക്കി? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങളോടോട്ടോ പറയുന്നത്, വേറെ ആരോടും എല്ലാം നിങ്ങളോട് പലപ്പോഴായിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ ഒരാൾ പോകാണ്ട് പോയി കഴിഞ്ഞിട്ട് അവളുടെ എല്ലാ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതേ നമ്മുടെ കാത്തു വന്നു കേട്ടോ ഞായറാഴ്ചയായിട്ട്. എന്നിട്ട് കാത്തുവിനെയും കൊണ്ട് ഞങ്ങൾ പോകാനായിട്ടില്ല. ഉച്ചയ്ക്ക് അമ്മ ചോറുണ്ടാക്കിയിട്ടുണ്ട്. അമ്മേൻ്റെ അടുത്ത് ചോറ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ കാത്തു വന്നിട്ടുണ്ട്. കാത്തു അന്ന അന്ന എൻ്റെ വീഡിയോ ഇങ്ങനെ കാണിക്കാനാണ് പറയുന്നു. അന്ന 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 പറയും. ലൈക്ക് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യ പറ, സബ്സ്ക്രൈബ് ചെയ്. പള്ളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര പത്രാസിൽ വന്നിരിക്കുന്നതാണേ. ഞായറാഴ്ച ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് കണ്ടോ. ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാമസഭയുണ്ട്. പള്ളി കഴിഞ്ഞ് എല്ലാവരും കൂടി ഇവിടെ വരും. ഞാൻ എല്ലാവർക്കും ജ്യൂസോ ലൈമോ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ എല്ലാവരും വർത്താനം പറയും. ഞാനിങ്ങനെ വായിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. ജോൺസേട്ടൻ അവിടെ ഇവിടെ ഫോൺ വിളിച്ചുകൊണ്ട് നടപ്പുണ്ട്. കാത്തു ഹലോ പറ, ഹലോ പറ, ലൈക്ക് ചെയ് പറ, ലൈക്ക് ചെയ് പറ. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ നമുക്ക് ബട്ടർഫ്ലൈനെ പിടിക്കാം. കാത്തൊന്നും അത്ര വലിയ ഇതിലല്ല കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ പോയിട്ട് ആടിനെ കണ്ട്, പിന്നെ അതുപോലെ JCB ഒക്കെ കണ്ട്. അപ്പോൾ കാത്തുനി ഇങ്ങോട്ട് വരണമെന്നേ ആടിൻ്റെ പുറകെ പോണേ. ആടാണ് ഇവള് പിടിക്കാൻ നിൽക്കുന്നില്ല. ആട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് പോയി ആടിനെ പിടിച്ചിട്ട് വരാം. ആടിനെ പിടിക്കാൻ പോവാ. കണ്ടോ, ബൈ ബൈ പറ, ലൈക്ക് ചെയ്യാൻ പറ, സബ്സ്ക്രൈബ് ചെയ്യണം പറ, ഷെയർ ചെയ്യണം പറ, താങ്ക് യു പറ. അന്നേൻ്റെ വീട്ടിൽ ആരൊക്കെ പറ. ആ അന്ന, പിന്നെ ജോക്കുട്ടല്ലേ. കാത്തുവിൻ്റെ മൂക്ക് കണ്ടോ, എന്തോ പറ്റിയതാണ്. ചോദിച്ചാൽ പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പോൾ 1 മണിയായിട്ടോ. ജോൺസേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഞാൻ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ കാത്തു ഉണ്ടായിരുന്നു. ഇതാണ് ചക്കരയ്ക്ക് കൊണ്ടാവാനുള്ള ലഗേജ് കേട്ടോ. ചക്കരയ്ക്ക് അധികം കാര്യങ്ങളൊന്നുമില്ല. അവളുടെ പട്ടുപാവാട ഇവിടുന്ന് ഞാൻ വാങ്ങിക്കൊടുത്താണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഓണമല്ലേ വരുന്നത്. അപ്പോൾ അവിടുന്ന് ഇരട്ടേന്ന് ഓർത്ത്. പിന്നെ മോള് ചേച്ചി അച്ചാർ, കുറേ പേര് അച്ചാറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചക്കരയ്ക്ക്. പിന്നെ ചക്കരേൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി അവരുടെ പാരൻസ് കൊടുത്ത് വിട്ട കുറച്ച് സാധനങ്ങൾ. അതാണ് ഇതിനകത്ത് ഏകദേശം അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ കുറേ പേർക്ക് സംശയമുണ്ട് ചെക്കിൻ ലഗേജിൽ എന്തൊക്കെ കൊണ്ടുപോകാം, ക്യാരി ഓൺ ലഗേജിൽ എന്തൊക്കെ കൊണ്ടുപോകാം. ചെക്കിനിൽ പിന്നെയും നിങ്ങൾക്ക് കത്രിക, നെയിൽ കട്ടർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. എന്നാൽ ക്യാരി ഓൺ ലഗേജിൽ നമ്മൾ അങ്ങനെയുള്ള ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവരെ പരസ്പരം കുത്തി നോവിക്കുന്നതോ മുറിപ്പെടുത്തുന്നതോ മൂർച്ചയുള്ളതോ ഉള്ള കൂർബനയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ക്യാരി ഓൺ ലഗേജിൽ നമ്മുടെ കൂടെ ഫ്ലൈറ്റിലേക്ക് കയറ്റുന്ന ലഗേജിൽ കൊണ്ടുപോകാൻ പാടില്ല. അതിനകത്ത് നമ്മൾ അത്യാവശ്യമുള്ള ഡ്രസ്സോ പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ലിക്വിഡായിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകരുത്. അച്ചാർ, ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യാരി ഓണിൽ ഫുഡ് കൊണ്ടുപോകരുത്. ചെക്കിനിൽ വേണം നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മേൻ്റെ വീട്ടിൽ നിന്ന് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്, എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി. ചോക്കൂട്ടിനത് സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ. ജോൺസേട്ടൻ സങ്കടപ്പെടുന്നതിൻ്റെ കാര്യം വരുന്നില്ല. കാരണം ജോൺസേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ സൺഡേ ഇന്ന് നല്ല മിനിങ്ങുന്നുണ്ട്. ജോൺസേട്ടയ്ക്ക് മിനിങ്ങാൻ പറ്റില്ല. അല്ലെ നിങ്ങൾ ശരിക്കും ചക്കര പോകുന്ന സങ്കടമാണ് ജോൺസേട്ടാക്കുന്നത്. ശരി പാവം ജോക്കുട്ടിനെ ഞാൻ ഈടായിട്ട് കുറേ പറയുന്നുണ്ട്. പാവം കുട്ടിയാട്ടോ. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ജോൺസേട്ടൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞങ്ങളങ്ങനെ പോകാനിറങ്ങി. ഇതേ ജോർജേട്ടൻ ഉണ്ടല്ലോ, ഞങ്ങൾ പോകാൻ നേരത്ത് ചക്കര പോകാൻ നേരത്ത് ഒരു കരച്ചിൽ കാര്യം. ജോർജേട്ടൻ പോവാട്ടോ, ഞാൻ പോകുമ്പോൾ ഒന്നും സങ്കടമല്ല. വാ, ഞാൻ അമ്മേൻ്റെ അടുത്ത് വീട്ടിൽ പോയി ചോറിട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ പള്ളിയിലച്ഛൻ്റെ അടുത്തൊക്കെ കയറി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അമ്മേൻ്റെ അടുത്തേക്ക് ചോറിനാൻ പോയിക്കൊണ്ടിരിക്കട്ടെ. എനിക്ക് ആക്ച്വലി നല്ല വിശപ്പുണ്ട്. ജോൺസേട്ടാ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്നെ ചതിച്ചിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ച്. ആയിക്കോട്ടെ ജോൺസേട്ടായി. അതെ, വീടിന് മുറ്റത്തെത്തിയായിരുന്നു. ഓക്കെ, എന്തായാലും എനിക്ക് നല്ല വിശപ്പ്. ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. എൻ്റെ പപ്പനെ പറയുന്നത് നെയ്റോസ്റ്റ്. അതെന്താ അവിടെ പൊറോട്ട ഇല്ലായിരുന്നു. നമുക്ക് അമ്മേൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കട്ടെ. ഇതാ അങ്ങനെ ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് ജോജിക്കുട്ടനുണ്ട്. ജോജിക്കുട്ടൻ്റെ മീനാണ് കേട്ടോ ഇത്, പ്ലാസ്റ്റിക് മീൻ. ഇത് അമ്മ ഇതിന് എനിക്കൊന്ന് കറി വെച്ചു തരും അമ്മ. രണ്ടെണ്ണം പൊരിച്ചു അമ്മ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി.
അമ്മേന്റെ കിച്ചണിൽ നോക്കിട്ടേ നല്ല കാളപ്പുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, ബീഫ് കറിയുണ്ട്. എനിക്കാണ് വിശന്നിട്ട് വയ്യ. പിന്നെ എനിക്ക് ചമ്മന്തി, പിന്നെ അതേ അമ്മയുണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യാട്ടോ, വിശന്ന് കണ്ണ് കാണില്ല. അയ്യോ ഇതൊക്കെ എങ്ങനെ കണ്ടെന്ന് ചോദിച്ചാൽ അമ്മ അതിനൊന്നും ഒരു ഉത്തരവാണ്. പക്ഷെ വിശന്നാൽ നമ്മളല്ലാണ്ടായി മാറും. കൈ എടുക്കട്ടെ. ഈ 2 കൊതിനച്ചപ്പാണ് അപ്പൊ ചക്കര കൊണ്ടുവന്നത്. ഫ്രിഡ്ജ്, അമ്മേന്റെ ഫ്രിഡ്ജ് തുറക്കൽ എന്റെ ഹോബി കേട്ടോ. അമ്മ ചോറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഓ നല്ല ചൂട് ചോറ്. അമ്മ എനിക്ക് അമ്മയുടെ അരി ഇഷ്ടപ്പെട്ടത് ഏതാ? വൈറ്റ് ആൻഡ് വൈറ്റാ? എനിക്ക് വിളമ്പണേ ആദ്യം വീഡിയോ എടുക്കട്ടെ. അമ്മ അച്ചാറുണ്ടോ അമ്മ? എനിക്ക് വിളമ്പണ്ടാനാ വിളമ്പിക്കോളാം. നിനക്ക് നിന്റെ അമ്മയ്ക്ക് അതല്ലേ ശീലം. പറയട്ടാ കുട്ടാ, കുട്ട പറയട്ടാ കുട്ടാ, കുട്ട നീ പറ. എന്തേലൊക്കെ കുറ്റം പറയണേ. ഞാൻ ചോറ് തിരക്കില് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഞങ്ങൾ തോന്നുന്നത് ഇത് ചക്കരേൻ്റെ ലിപ്സ്റ്റിക്കാണ്. ചക്കര ഇവിടെ വെച്ച് മറന്നു പോട്ടെ. കുരുത്തക്കേട് നോക്കാട്ടെ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു പോട്ടോ. നമ്മൾ ഇറങ്ങിയാണ് അമ്മ. പോട്ടെ, അമ്മയ്ക്ക് സങ്കടാവോ? അമ്മ കൂടെ വരിക. പിന്നെ എങ്ങനെയാ? അമ്മ കൂടെ വരികയാണേ. അമ്മയും വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ചക്കരേനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വയനാട് മൊത്തത്തിലൊന്ന് ഡ്രൈ ആയിട്ടോ. ടൂറിസം മേഖല പറ്റാത്താണ് പോയി. ഇവിടെ ഒത്തിരി അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 ഇങ്ങനെ എന്താ പറയുക അഡ്വഞ്ചർ ഇതായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പം ആളേ ഇല്ല. സാധാരണ സൺഡേയിലൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ നിറയെ. ആ സൺഡേ സാറ്റർഡേ ഇവിടെ അത്രയും ഇതായിരുന്നു. ഇപ്പം ആരും ഇല്ല ഈ ഒരു ഭാഗത്ത്. സങ്കടം വരുന്നുണ്ട്. ഒന്ന് പച്ച പിടിച്ച് ടൂറിസം മേഖലയിൽ വയനാട് ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഇവിടെ പൂക്കോട് ലേക്കിലേക്ക് പോകുന്ന ഇതൊക്കെ കാണിച്ചു തരാം. അതൊന്നും ഒരു മനുഷ്യരും വരുന്നില്ല. പെട്രോൾ അടിച്ചില്ല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ കാണുന്നത് JCBകളൊക്കെ വഴി നിരത്തിയിട്ടേക്കുന്നത്. ഫുള്ള് എല്ലായിടത്തും മണ്ണിടിച്ചിലാണ് ഫുള്ളായിട്ട്. പിന്നെ എൻ്റെ പല്ല് കണ്ട നല്ല മഞ്ഞനിറാവുന്നുണ്ട്. റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടും തണുപ്പും കഴിക്കുന്നത് കൊണ്ട്. പിന്നെ പല്ലിന്റെ ഇനാമല് നഷ്ടപ്പെടുന്ന പ്രായമായില്ലേ, അപ്പൊ ഇനാമല് വെക്കണം എന്റെ പല്ല് കമ്പി ഇട്ടതാട്ടോ. ഡിസോർഡർ ആയിരുന്നു കംപ്ലീറ്റ്. എന്നിട്ട് പല്ലിന് കമ്പി ഇട്ട് ബ്രാക്കറ്റ് ഇട്ട് ശരിയാക്കി എടുത്തതാണ്. എന്താ പെട്രോൾ അടിക്കാൻ മറന്നുപോയി. ഇതുണ്ടോ മൊത്തത്തിൽ ഇതിപ്പോ വൈത്തിരിയാണ്. സാധാരണ ഈ വൈത്തിരി ഭാഗത്ത് എന്ന് വെച്ചാൽ എന്ത് തിരക്കായിരിക്കും അറിയോ. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പറഞ്ഞു തിരിച്ചു പോകേണ്ടി വരും. വൈത്തിരി പമ്പില്ല. ഇതിനകത്ത് കാണിക്കുന്ന നേരെ പോയി കഴിഞ്ഞാൽ പമ്പ് ഉണ്ടെന്ന്. അടിവാരത്തുണ്ട്. അല്ല ഒരു പമ്പുണ്ട്. ആത്മവിശ്വാസം കൊടുക്കുക. ആത്മവിശ്വാസം ഒരു പമ്പുണ്ട്. പുതിയ പമ്പ് വലിയൊരു പമ്പുണ്ട്. പക്ഷെ അത് കണ്ടോ ഞായറാഴ്ച ആയിട്ട് ടൈമില് അല്ല ഇതിലൊന്നും ആരുമില്ല. കണ്ടോ ഇപ്പോൾ ഞങ്ങൾ വണ്ടി തിരിച്ചു പോകുകയാണ്. നമ്മൾ ജിലേബി അപ്പം കണ്ടു കേട്ടോ. എന്നിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അയ്യോ എവിടെ പോയി. അപ്പം നമ്മൾ മിഠായിപ്പം വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് മൈതാനി നേർച്ചയപ്പം എന്ന് പറയും. ഇതിൻ്റെ ഒരു സ്മരണ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ വള്ളൂർക്കാവമ്പലം അമ്മ അലവിക്ക മരിച്ചേ നമ്മുടെ അവിടെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു കേട്ടോ. അലവിക്ക എന്നാണ് പേര്.
അലവിക്ക് ഇങ്ങനെ മൈതാനി നേർച്ചയ്ക്കും ഉത്സവത്തിൻ്റെ എല്ലാ പറമ്പിലും പോയിട്ട് മിഠായിപ്പ് ഉണ്ടാക്കും. അങ്ങനെ ഒരു April 1 ഒരു ഉത്സവത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ വെച്ച് അറ്റാക്കായിട്ട് മരിച്ചു. പുള്ളി എപ്പോഴും മൈതാനി നേർച്ചേൻ്റെ ഈ മിഠായി ഇല്ലേ ഞങ്ങൾക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടു തരും. എന്നിട്ട് ഞങ്ങൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കും, ബാക്കിയുള്ള വെല്ലം കൊണ്ടു തരും, നമ്മളതുകൊണ്ട് പലഹാരം ഉണ്ടാക്കും അല്ലേ അമ്മ? അങ്ങനെ എപ്പോഴും ഈ ഒരു മിഠായിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ആ ഒരു ഓർമ്മ എനിക്ക് എന്താ പറയുക മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. താങ്ക്സ്, മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മിഠായിപ്പം വാങ്ങി തിരിച്ചു പോകുകയാണ്. എന്നെ കാണാൻ കുറച്ച് സുന്ദരിയായിട്ടില്ലേ? അയ്യോ, ചക്കര ലിപ്സ്റ്റിക് അടിച്ചു മാറ്റിയിട്ടതാ. അങ്ങനെ ഞങ്ങള് കോഴിക്കോട് എത്തിയിട്ടോ. ഫ്ലാറ്റിൽ എത്താറായ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ പോയി ചക്കരയ്ക്ക് കോഴിയുടെ ഒക്കെ വാങ്ങാനുണ്ട്. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാൻ, രാത്രിത്തെ ഭക്ഷണം. എനിക്ക് ആ മിഠായിപ്പം തിന്നപ്പോൾ വയറിന് എന്തോ പോലെ വായിക്കാൻ ഓയിലാ ഭയങ്കര. ആകെ 5 എണ്ണ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് 10 എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കണം. അതായത് ഇതുപോലത്തെ ഇടപെട്ടില്ല. അതായത് ഓക്കെ. ആക്ച്വലി കോഴിക്കോട് നിന്ന് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് നമ്മൾ പെട്ടെന്ന് എത്തിയെങ്കിലും ദേ ഈ ഹൈലൈറ്റത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഫ്ലാറ്റിലേക്ക് കയറണമെങ്കിൽ ഇപ്പോഴും ബ്ലോക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ടേൺ എത്തിയിട്ടേ ഉള്ളൂ. ഇത് കണ്ടോ, ഇപ്പോഴും മാളിലേക്കുള്ള ക്യൂ കണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മോ, എന്നിൽ ഉള്ളു തുടങ്ങിയാൽ കുറച്ച് കുറയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നോക്കിക്കോ, നടന്നു പോയാൽ മതി. നമുക്ക് നടന്നു പോവാം മാളിലേക്ക്. മാളിൽ ഭയങ്കര തിരക്കാട്ടോ. സൺഡേ അല്ലേ? ഇന്ന് മന്ത് ആദ്യത്തെ സൺഡേയാ അല്ലല്ലോ, ഭയങ്കര തിരക്കാണ്. അപ്പൊ നമുക്ക് നടന്നു പോവാല്ലേ അമ്മ? നടന്നു പോവാല്ലേ? ശരിക്കും ഈ ഫ്ലാറ്റിലെ ഓണർമാരൊന്നല്ല കേട്ടോ താമസിക്കുന്ന. എല്ലായിടത്തും റെന്റിന്, അവരൊക്കെ അസറ്റായിട്ട് എടുത്തിട്ട് റെന്റിന്. പിന്നെ ഓരോരുത്തർ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഈ ഫ്ലാറ്റിന് ഇവിടെ ഫ്ലാറ്റ് വാങ്ങാൻ എത്ര ചിലവ് വരുന്നു? 1 കോടിക്ക് മുകളിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഹൈലൈറ്റിൽ ആദ്യം വാങ്ങിയിട്ട് റെസിഡൻസി ആ ഭാഗത്തേക്കാണെങ്കിൽ 90 ലക്ഷത്തിനൊക്കെ കൊടുക്കുന്നുണ്ട് ആളുകൾ, വാങ്ങിയിട്ട് ആളുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മന്ത്ലി മെയിൻ്റനൻസ് എത്ര വരുന്നു വെച്ചാൽ സ്ക്വയർ ഫീറ്റിന് 2.5 ആയോണ്ട് ചേട്ടാ 4000 നമ്മളോട് വാങ്ങിക്കുന്നത് മെയിൻ്റനൻസ്. അങ്ങനെ നമ്മളിവിടെ ഫ്ലാറ്റിന് എത്ര വില ചെയ്തെന്ന് ചോദിച്ചാൽ 1 കോടിക്ക് മുകളിൽ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ എത്തി കേട്ടോ. ഭയങ്കര സങ്കടമാണ്. ചക്കര പോകുന്ന നല്ല സങ്കടമുണ്ട്. മനസ്സിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, എപ്പോഴാണെന്നറിയില്ല. നാളേക്കായിരിക്കും, കാരണം മറ്റന്നാളല്ലേ പോകുന്നുള്ളൂ. അങ്ങനെ പിന്നെ കണ്ട എൻ്റെ സ്കിന്നിനൊരു ഗ്ലോ കണ്ടോ? അതെന്താ സംഭവം എന്നറിയാം. ഏഞ്ചൽ ഒരു സൺസ്ക്രീൻ ലോഷൻ കൊണ്ടുവന്നായിരുന്നേ. അത് തേച്ച ശേഷം എൻ്റെ മുഖം നല്ല ഗ്ലോ ഉണ്ട്. 40 വയസ്സിനേക്കാൾ ഒരു ഗ്ലോ ഇല്ലേ? 40 വയസ്സുകാരുടെ സ്കിന്നിലുണ്ടാകുന്നതിനേക്കാൾ ഒരു ഗ്ലോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ജോൺസാട്ട ആണെങ്കിൽ ഇന്ന് സൺഡേ അല്ലേ? ജോൺസാട്ടേൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ജോൺസാട്ടയ്ക്ക് അമ്മ കോപ്പിറൈറ്റ് വരുത്തല്ലേ, എനിക്ക് കോപ്പിറൈറ്റ് വരുത്തല്ലേ. ജോൺസാട്ടേൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഒത്തിരി മിസ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ബാൽക്കണി കുറച്ച് ചെടി വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആര് ചെടി നനയ്ക്കും? പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങി വെക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചാൽ ഇവിടെ ഫുള്ള് പൊടി പിടിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. സൺഡേ ആകുമ്പോൾ ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടുണ്ട്. കണ്ട് എന്ത് ഭംഗിയാ കാണാനുണ്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ. ഫോട്ടോഷൂട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഫോട്ടോഷൂട്ടാണ്. ഈ കല്യാണമല്ലേ, കല്യാണത്തിനൊക്കെ പ്രീ വെഡിങ് ഷൂട്ട്, പിന്നെ മെറ്റേണിറ്റി ഷൂട്ട്, ബർത്ത്ഡേ ഷൂട്ട്, അങ്ങനെ ഇല്ല. അത് ആ റെസിഡൻസിയിലാണെങ്കിൽ കാണിച്ചത്. ആ റെസിഡൻസിയിൽ ഇങ്ങനെ ഫുട്ബോൾ വോളിബോൾ ഒക്കെ കളിക്കാൻ നല്ല ടഫ് ഓഫ് തന്നെ പറയില്ല. അതൊക്കെ കേട്ടോ നല്ല ഭംഗിയാണ്. ഒരു ലോകമാണ് ഈ ഹൈലൈറ്റ്. എനിക്കിഷ്ടം നമ്മളുടെ ഇടപെട്ട് തന്നെയാണ് കേട്ടോ. അയൽപക്ക ബന്ധങ്ങൾ എനിക്കിവിടെ നിന്ന് ഒരു മനുഷ്യരെ പോലും അറിയാത്തതാണ് ആക്ച്വലി. കാരണം ഇന്ന് വന്ന് കാണുന്ന ആൾക്കാരെ ആയിരിക്കില്ല നാളെ കാണാം. അപ്പോൾ നമുക്ക് സങ്കടമാകും അവരിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോഴൊക്കെ. പ്രാവിൻ്റെ ശല്യമുണ്ട് ഇവിടെ. അതെ, നമ്മൾ പോകുമ്പോൾ ഫ്ലാറ്റ് അടച്ചിട്ട് പോകും. പിന്നെ നമ്മൾ വരുമ്പം നമ്മൾ തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ. അത് അവിടെയും ഒരു ഹൈലൈറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഹൈലൈറ്റിൻ്റെ അവിടെ പെട്രോമാക്സ് അതിൻ്റെ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നെസ്റ്റോയിലേക്ക് പോയിട്ട് ഏഞ്ചിൽ 1-2 സാധനം വാങ്ങാണ്ട് ഞാനിപ്പോൾ തന്നെ ഇറങ്ങാൻ പോകാം. കാരണം ഭയങ്കര തിരക്കാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ നമുക്ക് പോയി കുറച്ച് സാധനം വാങ്ങി വന്നാലോ. അപ്പോൾ അതേ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടോ. ജോൺസേട്ടേ വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് ജോൺസേട്ടേ വന്നു. എൻ്റെ ഈ ഡ്രസ്സ് കണ്ടോ, നല്ല കോട്ടൺ ഡ്രസ്സാണ്.
ഇത് വാങ്ങിയ ലുലു ഫാഷൻ എന്നാണ്. ഇതെനിക്ക് വാങ്ങി തന്നത് എൻ്റെ സ്നേഹനിധിയായ ഹസ്ബൻഡാണ്. പിന്നെ എല്ലാവരും ഇന്നലത്തെ വീഡിയോയ്ക്ക് കമൻ്റ് ഉണ്ട്, പാവ ജോൺസേട്ടൻ്റെ 1000 രൂപ ചേച്ചി പറ്റിച്ചെടുത്തല്ലോ എന്നൊക്കെ. ഇങ്ങനെ തന്നെ വേണം ജോൺസേട്ടെ. ഇങ്ങനത്തെ സ്വഭാവം തുടരുകയാണെങ്കിൽ ജോൺസേട്ടയ്ക്ക് ഇനിയും ചിലവ് കൂടും. നോക്കിക്കേ, ചിലവ് കൂടും. ജോൺസേട്ടെ ഷേവ് ഒന്നും ചെയ്തിട്ടില്ല, ഇനി ജോൺസേട്ടയ്ക്ക് ഷേവ് ചെയ്യണം. അമ്മയും ചക്കരയുണ്ട്. ഞങ്ങൾ രാത്രി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, പോയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. മാളന്ന് എനിക്കൊരു കോൾഡ് കോഫി കുടിക്കണം. അങ്ങനെ ഒന്നും ആഗ്രഹിക്കാറില്ല കേട്ടോ, ഇന്നത് കഴിക്കണം അങ്ങനെയൊന്നും. പക്ഷെ ഇന്ന് എനിക്ക് കോൾഡ് കോഫി കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ജോൺസേട്ടൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇത് കണ്ടോ, നമ്മൾ അന്യ സംസ്ഥാനക്കാരാണ് ഇവിടെ മുഴുവൻ പണിയെടുക്കുന്നത്. അവരുടെ സ്വർഗ്ഗമാണിത്, സ്വർഗ്ഗതുല്യമായ ജീവിതമാണ്. വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ ഇവിടെ വന്നിരിക്കും. പിന്നെ വൈകുന്നേരമായി കഴിയുമ്പോൾ അവരവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്മെല്ലടിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, എല്ലാ ചിക്കൻ്റെ പാർട്സൊക്കെ കൊണ്ടുവന്ന് കറി വെക്കുന്നു. ഞാനൊരു പ്രാവശ്യം പോയി കഴിച്ചിട്ടൊന്നുമില്ല, അവർ തരൂല എനിക്ക്. അവർ താമസിക്കുന്ന ആഴ്ച എവിടെയാണ്. അപ്പോൾ അവിടെ നല്ല എന്താ പറയുക, നല്ല അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും, പിന്നെ ഈ മാളിൽ വൈകുന്നേരം ആകുമ്പോൾ ഈ ഫുഡൊക്കെ കുറഞ്ഞ പൈസയ്ക്ക് കൊടുക്കും. വൈകുന്നേരം ആകുമ്പം നെസ്റ്റോലൊക്കെ ഇവർ കുറേ അതൊക്കെ വാങ്ങിക്കൊണ്ട്, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് പണിയില്ലാന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ കൊണ്ടുവന്നിരുന്ന് ഇങ്ങനെ തിന്നിട്ടോ ഒന്നിച്ച് ചോറയൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇവരിങ്ങനെ അവരുടെ വീട്ടിലേക്ക് വീഡിയോ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ശേഷം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ജോൺസേട്ടയൊക്കെ മുമ്പിൽ നടന്നത് ഇതുണ്ടോ തിരക്ക്. ഇവിടെ പാർക്കിംഗ് ഫുള്ളായിട്ട് ബിസിനസ് പാർക്കിലേക്ക് മാർക്ക് ചെയ്തോണ്ടിട്ട് കേട്ടോ. ജോൺസേട്ടാ, ഈ പാർക്കിംഗ് എന്തൊരു ഫുള്ളാന്ന് നോക്കിയേ. പാർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു വണ്ടി നിർത്തിയിടാൻ സ്ഥലമില്ലാത്ത രീതിയിൽ പാർക്കിംഗ് ഫുള്ളാണ്. എല്ലാ സൺഡേയിലും ഹൈലൈറ്റ് മാളിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടാവും. ഇത് കണ്ട് ഇവിടെ ചെസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അങ്ങനെ കുറേ കാലമായി ആഗ്രഹിക്കുന്ന ആട്ടോ ഇവിടുത്തെ കോൾഡ് കോഫി. ഞാൻ ഇടയ്ക്ക് വാങ്ങി കുടിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങി കുടിച്ചതല്ല, ആരെങ്കിലൊക്കെ വരുമ്പോൾ എനിക്ക് ഇവിടുന്ന് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കോൾഡ് കോഫി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. കോൾഡ് കോഫി ഫോർ മീ ഓൺലി. ഇവിടുത്തെ കോഫീൻ്റെ അല്ല എല്ലാത്തിനും കപ്പിൽ അവർ നമ്മുടെ പേരിങ്ങനെ ആൽഫബറ്റ് തിരിച്ചൊക്കെ എഴുതി കൊടുക്കുന്നുണ്ടോ. അവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര പൈസ അങ്ങനെയുള്ള ആളുകൾക്ക് വരാൻ പറ്റും. ഈ സ്റ്റാർബക്സിന് പിന്നിലൊരു കഥയുണ്ട്. എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ എത്രത്തോളം എനിക്കത് നന്നായി പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി ഞാൻ ആരോടെങ്കിലും കറക്റ്റായി ചോദിച്ച ശേഷം പറഞ്ഞത്. അല്ല നിങ്ങളൊന്ന് ഗൂഗിൾ ചെക്ക് ചെയ്യട്ടോ. നമ്മുടെ കോഫി വരട്ടെ. ഇതേ എൻ്റെ കോഫി എത്തി കേട്ടോ, കോൾഡ് കോഫി. പോവാമ്മ. അതായത് ഞങ്ങൾ 4 ആളും കൂടെ കുടിക്കും. ജോൺസേട്ടയ്ക്ക് ഇഷ്ടമല്ല, ചക്കരയ്ക്ക് ഇഷ്ടമല്ല, ഞാനും അമ്മയും കൂടെ കുടിക്കണം. അമ്മയ്ക്ക് ദോശ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണേ. ഹൈലൈറ്റ് പുതിയൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് എന്താ അതിൻ്റെ പേര്, അന്നഭവന, വെജ് ഭവൻ. സൂപ്പറാണ്, അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അമ്മ ഓണിയൻ ഊത്തപ്പം നല്ല ടേസ്റ്റ് ഇല്ലമ്മ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സെലക്ഷൻ മോശമല്ല. ജോൺസേട്ടായി കാണിക്ക്. ജോൺസേട്ടായി ജാക്ക് ഫ്രൂട്ട് ഫാനൂത. അങ്ങനെ ദോശയൊക്കെ അടിച്ച് നമ്മൾ ഹൈലൈറ്റിൻ്റെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഇവിടെ എപ്പോഴും ഇങ്ങനെ തട്ടുകട എന്നുള്ള പേരിൽ കുറേ ഫുഡ് ഉണ്ടാവും കേട്ടോ, വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും. ഞാനിതേ ഇവിടെ നിന്ന് ഈ സ്റ്റഫ്ഡ് കൂന്തൽ വാങ്ങി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചില സമയത്ത് പായസമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്ന് പായസം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഈ തിരക്കുകൊണ്ട് നമുക്കൊന്ന് ആസ്വദിക്കാനോ വാങ്ങാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. കാരണം സൺഡേ അല്ലേ, മാസം ആദ്യമുള്ള സൺഡേയിലൊക്കെ ഇതുപോലെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇറങ്ങി കേട്ടോ മാളിന്ന്. ഇപ്പം സമയം 10 മണിയായിട്ട് മാളിലേക്കുള്ള എൻട്രൻസിലെ തിരക്കാണ്. എൻട്രൻസ് അല്ല, പാർക്കിങ്ങിലേക്കുള്ള. കണ്ടോ എൻ്റെ പൊന്നോ. പിന്നെ ലുലുമാൾ വന്നാൽ ഈ തിരക്കൊക്കെ കുറയുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ജോഗുട്ടാ, നമ്മുടെ വണ്ടി എടുക്കാതെ വന്നാൽ നന്നായില്ലേ. നമ്മൾ പറയും ഫുൾ ട്രാഫിക് ബ്ലോക്കാണെന്ന്. ഇപ്പം ആളാം വിധം ഓരോ വീട്ടിൽ എത്ര വണ്ടികളുണ്ട്. അവർ വരട്ടെ, അവർക്ക് ഓരോരുത്തർക്കും ഇപ്പം എത്ര വണ്ടികളുണ്ട് വീട്ടിൽ. എല്ലാവരും വണ്ടി എടുത്തല്ലേ പുറത്തിറങ്ങും. ഇപ്പം നമ്മളെ സംബന്ധിച്ചാണെങ്കിലും പണ്ടൊക്കെ നമ്മൾ ബസ്സിലോ മോട്ടോർ സൈക്കിളോ ഒക്കെ യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്നത്. ബ്ലോക്ക് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഞങ്ങൾ മാളിൽ പോയിട്ട് വാങ്ങിയത് ആകെ ഒരു 1000 താഴെയുള്ള സാധനം. 1000 താഴെയില്ല, സോറി. ഏഞ്ചലിൻ്റെ ഒരു ഫ്രണ്ടിന് തവ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് തവ വാങ്ങിയിട്ടുണ്ട്. ആ കൊച്ചിന് തന്നെ ഗീ വേണം എന്ന് പറഞ്ഞിട്ട് ഗീ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏഞ്ചൽ കോഴിയുടെ ഒരു 2-3 പാക്കറ്റാ ഇല്ല, ഏഞ്ചൽ 1 പാക്കറ്റേ വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അത് കണ്ടിട്ട് ആരും ചോദിക്കരുത്. ഇല്ല, 1 പാക്കറ്റേ ഉള്ളൂ. ഓക്കെ, 3 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. 3 പാക്കറ്റ് ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. 1 പാക്കറ്റ്
3 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഓസ്ട്രേലിയയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് പോയി ചോദിച്ചോ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അവിടെ സമ്മതിച്ചില്ലെങ്കിൽ ഈ വീഡിയോ എൻ്റെ ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് താടിയെന്ന് പറഞ്ഞാൽ ഓക്കെ. പിന്നെ വേറെന്താ വാങ്ങിയേ? ഞാനൊരു കൂന്തൽ സ്റ്റഫ് ചെയ്ത സാധനം വാങ്ങിയിട്ട് കേട്ടോ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അത്. പിന്നെ വേറെന്താ വാങ്ങിയേ? അത്ര ഞാൻ ഗോലി സോഡ വാങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. പണ്ടത്തെ ഗോലി സോഡ കാണിച്ചു തരാവേ. എവിടെയോ പാട്ട് കേൾക്കുന്നത്, എനിക്ക് കോപ്പി റേറ്റ് വരും. അപ്പോൾ ഇതേ നമ്മൾ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ബുദ്ധിമതിയായ ഞാൻ ജോൺ സൈഡിനോട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാട്ടോ പോയത്. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. മാള് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് മാള് കേട്ടോ. അവിടെ കാണുന്നതാണ് മാള്. ഓക്കെ, ഇത് ഓഫീസ് ഒക്കെ നിങ്ങൾക്കറിയാലോ. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ സ്ഥിരമായി കാണുന്നവർക്കൊക്കെ എന്താ അറിയാം. ചെക്കുട്ടാ എന്തെങ്കിലും എൻ്റെ ഫോളോവേഴ്സിനോട് ഇന്ന് പറയാനുണ്ടോ? അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂന്തൽ സ്റ്റഫ് ചെയ്തതും അതുപോലെ ഗോലി സോഡയും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫ്ലാറ്റിലെത്തി കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏഞ്ചൽ കൊണ്ടുപോകാൻ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഗോലി സോഡയും കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഗോലി സോഡ ഇതിനകത്തുണ്ട്, കാണിച്ചു തരാം. ശരിയാക്കി തരാം. ജോക്കുട്ടാ കയറെടുത്ത് തൂങ്ങിച്ചാവരുത് കേട്ടോ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലേ. ജോൺസട്ടെ ചക്കരേൻ്റെ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ വെയിറ്റ് ഇല്ല, അത്രക്കില്ല. ഓക്കെ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, തൂക്കി നോക്കിയാലേ അറിയുള്ളൂ. അതുപോലെ അവളത് കൊണ്ട് നടക്കണ്ടേ. ഒരു ബാഗ് അവൾ ഒറ്റയ്ക്ക്. ഗോലിസോഡ, ഞാൻ ഗോലിസോഡ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിട്ടിയ ഗോലിസോഡ ഉണ്ട്. ഗോലിസോഡ ഞാൻ ഇവിടുന്ന് പണ്ടത്തെ സോഡയില്ലേ, അതിനകത്തൊരു ഗോട്ടി ഉണ്ടാവും, ഉള്ളിലേക്ക് തള്ളിയിടും. ഇതേ ചക്കര വാങ്ങിയ സാധനങ്ങൾ. പിന്നെ ഇതേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഒരു സാധനം സ്റ്റഫ് ചെയ്തത് വാങ്ങി. പിന്നെ ഗീ നല്ലതായിരിക്കും അത്. എന്തോ നല്ലതാണ് ദൈവത്തിന്. ജോൺസൺ എന്തിന് ഇത്രയ്ക്ക് എണ്ണം വാങ്ങി? ജോൺസൺ ഞാൻ 2 എണ്ണം വാങ്ങാനല്ലേ പറഞ്ഞുള്ളൂ. ഈ കൂന്തലിന്റെ ഗോട്ടി സോഡ ഉണ്ട് അമ്മ, ഗോലി സോഡ ഉണ്ടാ. ഞാൻ എൻ്റെ ഫോളോവേഴ്സിന് ഇത് ഇപ്പൊ എന്തിനുള്ള ജോൺസട്ടായി വേണ്ട. ജോൺസട്ട ഇതൊന്നും ഒരു ജോൺസട്ട ഇറങ്ങി അമ്മായിമ്മ ഒന്നുമില്ലെങ്കിൽ സുന്ദരിയായിട്ടുള്ള അമ്മായിമ്മയില്ലേ ജോൺസട്ടാക്കി. ചക്കരൻ്റെ റോള് പണ്ടൊക്കെ എൻ്റെ ചക്കര ഉണ്ടല്ലോ ഇങ്ങനത്തെ പുറകിൽ ഞാൻ തുണി മെറ്റീരിയൽ എന്താ നിങ്ങളോട് പറയാ കാണിച്ചില്ല. ഞാൻ അങ്ങനത്തെ മെറ്റീരിയലുള്ള ട്രോളി ആയിരുന്നു വാങ്ങുന്നത്. എന്നിട്ട് ചക്കര ഭയങ്കര കരച്ചിലായിരുന്നു, മമ്മി എനിക്കത് വേണ്ട എല്ലാവരും. ഞാൻ ഇങ്ങനത്തെ മെറ്റീരിയൽ വാങ്ങാം. ചക്കര ഇതിനു വേണ്ടി വാശി പിടിച്ചു. എന്നിട്ട് ലാസ്റ്റ് ജോൺസട്ടെ വാങ്ങിക്കൊടുത്തു. ഇപ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലായത്. അത് മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ ട്രോളി തന്നെ വേണമില്ല എന്നാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ UK പോയപ്പോൾ മുഴുവനും നനഞ്ഞ്. ഗോലി സോഡ വിത്തമ്മ. ഗോലി സോഡ തുറന്ന് കാണിച്ചു കൊടുക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട എൻ്റെ ഫോളോവേഴ്സിനോട്? എല്ലാവരും ചോദിക്കുന്നു അമ്മേൻ്റെ ലവ് സ്റ്റോറി ഷെയർ ചെയ്യൂ. എല്ലാവരും സന്തോഷമായിരിക്കുക. അമ്മ ലവ് സ്റ്റോറി ഷെയർ ചോദിച്ചു അമ്മേൻ്റെ. അങ്ങനെ കുറിച്ച് അറിയാൻ പറ്റില്ല, അതൊക്കെ വളരെ സീക്രട്ടാണ്. ഞാൻ പറഞ്ഞു കേട്ടോ അമ്മേൻ്റെ ലവ് സ്റ്റോറി. എനിക്കും അറിയില്ല. എനിക്കറിയാം, എനിക്ക് തന്നെ അച്ഛന് മാത്രം എനിക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ആർക്കും അറിയില്ല, ഇന്ന് വരെ അറിയില്ല. കാരണം എന്താ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ അനന്തമജ്ഞാതമായി തമ്മിൽ സീക്രട്ടാണ്. അത് എനിക്കറിയാം. എനിക്ക് മാത്രമേ സീക്രട്ട്. എനിക്കറിയാം. അച്ഛൻ ഇല്ല, അറിയില്ല. അറിയാം. നീ പറ, നീ എന്ന് പറഞ്ഞ എന്താ പറയണ്ടേന്ന് പറ. അല്ല അമ്മ പറ, ഞാൻ എന്താ അതുമായി ബന്ധപ്പെട്ട് പറയണ്ടേ അറിയാൻ പറഞ്ഞത്. നിനക്ക് എന്തറിയാ അതിനെ കുറിച്ച് നീ പറയാം. നിനക്ക് എന്തറിയാ അതിനെ കുറിച്ച് നീ. അച്ഛന്റെ അമ്മ മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛന്റെ കുടുംബക്കാർ അമ്മേന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അച്ഛനെ അമ്മയ്ക്ക് അവിടെ നിന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പ്രേമൊന്നും പറയാൻ പറ്റിയൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഇതല്ല. കാരണം അന്ന് മൊബൈലില്ല, കത്തുകൾ മാത്രമേ ശരണം. പക്ഷെ ഒരു കത്ത് പോലും പ്രേമിച്ചിട്ടില്ല മനുഷ്യൻ ആണ്. പക്ഷെ അന്ന് ഒരു കത്ത് പോലും അയക്കാതെ, ഒരു കത്ത് പോലും നിങ്ങൾ കൈമാറിയാണ് നല്ലത്. ഇപ്പോഴത്തെ 2 കോള് 3ാമത് അടിച്ചു പിരിയും. ആണോ ജോക്കുട്ട? ഈ അമ്മ പറയുന്ന സത്യാണോ? പറയ് ജോക്കുട്ട, സത്യാണോ? ഗോളി താഴെ പോയില്ല. ഗോളി താഴെ പോയില്ല. അയ്യത് അങ്ങനെയല്ല, തുറക്ക. അമ്മ എന്തൊക്കെയാണ് ഇത് എന്റെ ഗോളിസോടൊക്കെ നശിപ്പിച്ചോ? എന്നിട്ട് അങ്ങനെ അമ്മയും അച്ഛനെ ഇഷ്ടപ്പെട്ട്, അച്ഛൻ അമ്മേനെ ഇഷ്ടപ്പെട്ട്, അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ട്, അച്ഛനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു കുരുട്ട് പ്രശ്നമാണല്ലോ, അതിൽ വല്ലത്തിയതാണല്ലോ. പക്ഷെ കല്യാണം നടന്നില്ല. എന്തുകൊണ്ടാണ്? ഇവര് പ്രേമിച്ച് കല്യാണം നടന്നില്ല. പക്ഷെ അമ്മേന്റെ വീട്ടിലന്ന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. കാരണം അമ്മ കൊങ്ങിണി ബ്രാഹ്മിണാണ്. അമ്മേനെ പടിയടച്ച് പിണ്ടം വെച്ച്, അല്ല കാണിച്ചു കൊടുക്കൂല, അമ്മേനെ പടിയടച്ച് പിണ്ടം വെച്ച്. ജോൺസേട്ടായി അമ്മേന്റെ പടിയടിച്ച് പിണ്ടം വെച്ചൊന്നുമില്ല, അങ്ങനെ. പക്ഷെ അതുപോലെയായിരുന്നു. കാരണം ഒരു 30-32 വർഷത്തോളം ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. അച്ഛൻ
അമ്മേന്റെ അച്ഛനിടയ്ക്ക് ഇതിപ്പോ കേൾക്കുന്ന അച്ഛൻ വന്നിട്ടുണ്ട് വീട്ടില്. അമ്മയുടെ അച്ഛനും അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അറിയോ നിങ്ങൾക്ക്? ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ ഇപ്പോഴും ജീവനാണ്. അതുകൊണ്ട് ആ കഥ പറയാതിരിക്കാൻ നല്ലത്. സത്യം, ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ഹർട്ട് ചെയ്യാൻ പാടില്ല. കാരണം സത്യം ഒരുപാട് വേദനിപ്പിക്കും. കാരണം അന്നപ്പോ അറിയാത്ത പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന പലതും പിന്നീട് തിരിച്ചറിവാകുമ്പോ നമുക്ക് വേണ്ടാന്നൊക്കെ തോന്നും. ജോൺസൺ വേണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ ജോൺസൺ പറയാൻ ഞാൻ ഷർട്ട് ഇടാതിരിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് അക്കാര്യം ചർച്ച ചെയ്യാൻ. കാരണം സത്യം അമ്മ ഇത് തുറക്ക് നമ്മളിപ്പോ പറയുന്നത്. ഓരോരുത്തർ ബേബി എന്നൊക്കെ വിളിക്കും. ഞാൻ ജോക്കൂട്ടൻ എന്നോട്ട് ജോക്കൂട്ട ഞാൻ ബേബി വിളിച്ചോട്ടെ ജോക്കൂട്ട പ്ലീസ്. ജോൺസൺ എനിക്കുണ്ടല്ലോ കൊറേ വീഡിയോ ചെയ്യാൻ വേണ്ടി കൊറേ പ്രൊഡക്റ്റ് കിട്ടിയിരുന്നു. ചക്കരക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ പെർഫ്യൂം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അമ്മീസോടെ വർക്ക് ഞാൻ തുറന്ന അമ്മയ്ക്ക് നാണക്കേടാവും. ഇല്ല സാറേ കൊണ്ടാൻ പറ്റില്ല. അത് അമ്മ തിന്നണം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് വിരിച്ചന് കൊണ്ട് കൊടുക്കാം. അത് വണ്ടിക്ക് ഇതിനകത്ത് ആണി നിന്നോളൂ. ബിനിച്ച ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി അമ്മായിമ്മയാണ് പറയുന്നത് ബിനിച്ചിന് ബീഫ് ഒന്നും കൊണ്ട് കൊടുക്കരുതെന്ന്. കണ്ട വേഗം മാറ്റി പറയുന്നുണ്ടോ? പിന്നെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എന്റെ പ്രേമത്തെ പറ്റി അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഞാൻ സത്യത്തിൽ പ്രേമിച്ചതൊന്നല്ല. എനിക്ക് +2 പഠിക്കുമ്പോൾ പഠിക്കാൻ ഭയങ്കര മടി, തീറ്റക്കൊതി ഭയങ്കര, തിന്നാൻ കിട്ടാൻ വേണ്ടി മാത്രം പോയത് ഈ സാധനത്തിണ്ട്, ഭക്ഷണത്തിന് വേണ്ടി മാത്രം. പിന്നെ ഇങ്ങനെയൊക്കെ ആവുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്റെ ബേബിക്ക് ചാച്ചനെ ബേബിന്ന് വിളിക്കുക. കേക്കണ്ട, ചാച്ചൻ കൊണ്ട് വരും. എന്നെ വിളിച്ചോ ചോദിച്ചിട്ട് ഈ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത രുചി വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. മീ അണ്ണ ജോൺസൺ ഫ്രം ന്യൂസ് പാർക്ക്. തിന്നുകൊണ്ടേയിരിക്കൂ. കിടന്ന അഭിപ്രായം പറയാൻ എല്ലാവർക്കും എളുപ്പം. മലത്തിയിട്, കിടത്തിയിട്, ഇതൊക്കെ കേൾക്കുന്നവർ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ വേറെ എന്തെങ്കിലും വിചാരിക്കണ്ടോ? അത് നീ അങ്ങനെ ദ്വയാർത്ഥം നീ സംഗ്രഹിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. മനസ്സിലായി? കേൾക്കുന്നവർക്ക് ഒരു കുഴപ്പം. നീ അങ്ങനെ പറയുമ്പോൾ ചിരിക്കണ എന്തോ ഉണ്ടല്ലോ ഇതിനകത്ത് ചേച്ചിയെന്ന്. വേണ്ടട്ടോ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്, സീ യു അഗൈൻ, മീറ്റ് യു സൂൺ, ബൈ.